ഇനിയുള്ള ദിവസങ്ങൾ പുതുവർഷത്തിലേക്കുള്ള ഒരു തയ്യാറെടുപ്പാണ്. നിക്ഷേപകരും തങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഏതെല്ലാം ഓഹരികൾ ഉൾപ്പെടുത്തണമെന്നും തള്ളിക്കളയണമെന്നുമുള്ള തയ്യാറെടുപ്പിലും. റിസ്ക് കുറഞ്ഞ ഓഹരികളെ അന്വേഷിക്കുന്ന നിക്ഷേപകർക്ക് ഒരുപക്ഷെ കൂടുതൽ പ്രിയം PSU ഓഹരികളിൽ തന്നെയാകും. പല PSU ഓഹരികളും മികച്ച റിട്ടേൺ തന്നെയാണ് നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത്. ഒരു ഓഹരി സ്വന്തമാക്കുക എന്ന് പറയുമ്പോൾ ആ കമ്പനിയുടെ ഓണർഷിപ്പ് സ്വന്തമാക്കുക എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അതിനാൽ തന്നെ ആ കമ്പനിയുടെ ബിസിനസ് മോഡലും ഇൻഡസ്ട്രിയുടെ സാധ്യതകളുമൊക്കെ തീർച്ചയായിട്ടും നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അത്തരത്തിൽ 2024 നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന ഒരു PSU കമ്പനിയാണ് ഗെയിൽ ഇന്ത്യ. നമുക്കറിയാം, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിവാതക ഉൽപാദന വിതരണ കമ്പനിയാണ് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. ഡൽഹി ആസ്ഥാനമായിട്ടുള്ള കമ്പനി മുൻപ് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായി 1984 ആഗസ്റ്റിലാണ് ഗെയിൽ ലിമിറ്റഡ് സ്ഥാപിതമായത്. ഹജീറ വിജയപൂർ ജഗദീഷ്പൂർ പൈപ്പ് ലൈൻ പദ്ധതിയാണ് ഗെയിൽ ഇന്ത്യ ഏറ്റെടുത്ത ആദ്യ പദ്ധതി. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രോസ് കൺട്രി നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ പ്രൊജക്ട്സ് നടപ്പിലാക്കിയത് കമ്പനിയായിരുന്നു. 1750 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പൈപ്പ് ലൈൻ പദ്ധതി ഏകദേശം 17 ബില്യൺ രൂപ ചെലവിൽ 1991 യാഥാർത്ഥ്യമായത്. നാച്ചുറൽ ഗ്യാസ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്, ലിക്വിഡ് ഹൈഡ്രോ കാർബൺ, പെട്രോകെമിക്കൽസ്, സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ, റിന്യൂവബിൾ എനർജി, ഗെയിൽ ടെൽ, ഒപ്പം തന്നെ ഇലക്ട്രിസിറ്റി ജനറേഷൻ എന്നിങ്ങനെ നാനാവിധ സെഗ്മെന്റുകളിൽ കമ്പനിയുടെ സാന്നിധ്യമുണ്ട്. 3 വർഷത്തിനുള്ളിൽ സ്റ്റഡി ആയിട്ടുള്ള റിട്ടേൺ നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഏകദേശം 68% റിട്ടേൺ നൽകാനും സാധിച്ചിട്ടുണ്ട്. ഇനി വരും വർഷത്തിലേക്ക് നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 24% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യലാണ് ഇപ്പോൾ പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള മോത്തിലാലും കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പൊട്ടൻഷ്യൽ ബ്രോക്കറേജ് പ്രതീക്ഷിക്കുന്നത് എന്നും എത്രത്തോളം വാല്യുവേഷൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ ബ്രോക്കറേജ് നൽകുന്നുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാം. സമീപകാലത്തായി ട്രാൻസ്മിഷൻ വോളിയത്തിൽ നല്ലൊരു വർധനവ് തന്നെയാണ് ഉണ്ടാകുന്നത്. കൂടാതെ പെട്രോകെമിക്കൽ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറിയാണെന്ന് പറയാൻ സാധിക്കും. നല്ലൊരു അപ്റ്റിക് രേഖപ്പെടുത്താൻ പെട്രോകെമിക്കൽ മേഖലയിലും സാധിച്ചിട്ടുണ്ട്. ഇത് 2026 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും കമ്പനിയുടെ ROE അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി ഏകദേശം 15% ആകുന്നതിലേക്ക് നയിക്കുമെന്നാണ് ഇപ്പോൾ ബ്രോക്കറേജ് കണക്കാക്കുന്നത്. മാത്രമല്ല, ഗ്യാസ് വിലയുമായി ബന്ധപ്പെട്ട താരിഫ് വർധന എബിഡയുടെ CAGR 32% ആകുന്നതിനും സഹായിക്കുന്നുണ്ട്. കൂടാതെ പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുന്നതും കമ്പനിയുടെ വളർച്ചയെ സഹായിക്കും. കമ്പനിയുടെ കാപെക്സ് ഇപ്പോൾ ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. എങ്കിൽ പോലും 2026 സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും ഏകദേശം 4560 കോടി രൂപയുടെ ഫ്രീ ക്യാഷ് ഫ്ലോ ഉണ്ടായേക്കാം എന്നും അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ട്രാൻസ്മിഷൻ വോളിയം 140 മില്യൺ മെട്രിക് സ്റ്റാൻഡേർഡ് ക്യൂബിക് മീറ്റർ പെർ ഡേ ആയി ഉയരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതായത് 9% CAGR രേഖപ്പെടുത്താൻ സാധിക്കുമെന്ന് ചുരുക്കം. റിലയൻസ് ഇൻഡസ്ട്രീസ്, ONGC, ഓയിൽ ഇന്ത്യ എന്നീ കമ്പനികൾ ഉൾപ്പെടെ ഇതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകൃതിവാതക ഉപഭോഗത്തിലും ശ്രദ്ധേയമായിട്ടുള്ളൊരു വർധനവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. 5 പുതിയ LNG ടെർമിനലുകൾ പ്രവർത്തനം വർദ്ധിപ്പിക്കുന്നതിനാൽ അടുത്ത കുറച്ച് വർഷങ്ങളിൽ LNG പുനർനിർമ്മാണ ശേഷിയിൽ ശ്രദ്ധേയമായിട്ടുള്ള വർധനവ് ഉണ്ടാകുന്നതായിരിക്കും ഇതിന് പ്രധാന കാരണം. 2026 ആഗോളതലത്തിൽ ലിക്വിഫാക്ഷൻ കപ്പാസിറ്റിയിൽ വലിയ തോതിലുള്ള വർധനവ് ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് US, ഖത്തർ എന്നിവിടങ്ങളിൽ. ഇത് സ്പോട്ട് LNG വിലയെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്യും. നിലവിൽ ഗെയിലിന്റെ ടോട്ടൽ എബിഡയുടെ 40% ഈ ട്രാൻസ്മിഷൻ എബിഡയിൽ നിന്നുമാണ് രേഖപ്പെടുത്തുന്നത്. 2026 സാമ്പത്തിക വർഷത്തോടെ ഇത് 46% ഉയരുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഇത് കമ്പനിയുടെ ഏർണിംഗ് സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ആക്കുന്നതിനും സഹായിക്കും. പുതിയ എഥിലിൻ കപ്പാസിറ്റി അഡിഷൻസ് ഉണ്ടായതിനാൽ തന്നെ ഈ വർഷത്തിൽ PE പ്രൈസിൽ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട്. മാക്രോ എക്കണോമിക് കണ്ടീഷൻസ് ഒരു പരിധിവരെ ഇംപ്രൂവ് ആകുന്നതിന് അടുത്ത ഒരു സാമ്പത്തിക വർഷത്തിന്റെ 2ാം പകുതിയോടെ പെട്രോകെമിക്കൽ ഡിമാൻഡിൽ ശക്തമായിട്ടുള്ളൊരു വർധന ഉണ്ടാകുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് ആഗോളതലത്തിൽ ഇൻവെന്ററി കുറയുന്നതും ഇത്തരം കാര്യങ്ങളെ അനുകൂലമാക്കുന്നുണ്ട്. സ്പോട്ട് LNG പ്രൈസ് കുറയുന്നത് പെട്രോകെമിക്കൽ വിഭാഗത്തിൽ ഗെയിലിന് ഒരു വഴിത്തിരിവാകുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം തന്നെ കമ്പനിയുടെ ROE നിലവിലെ 9.5% നിന്നും 15% ഉയരുന്നതിലേക്ക് നയിക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്.
മറ്റ് പാരാമീറ്റേഴ്സ് നോക്കിയാലും ധാരാളം അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ കമ്പനിക്കുണ്ട്. കഴിഞ്ഞൊരു 3 വർഷത്തിനുള്ളിൽ നല്ലൊരു വരുമാന വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിരുന്നു. കൂടാതെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. നിലവിൽ നോക്കുകയാണെങ്കിൽ 51.91% ഒരു പ്രൊമോട്ടർ ഹോൾഡിംഗ് കമ്പനിക്ക് ഇപ്പോൾ ഉണ്ടെന്ന് പറയാൻ സാധിക്കും. എന്നാൽ കഴിഞ്ഞൊരു 3 വർഷത്തിനുള്ളിൽ ലാഭ വളർച്ചയിൽ കാര്യമായിട്ടുള്ളൊരു വളർച്ച ഉണ്ടായിട്ടില്ല എന്നൊരു റിസ്ക് ഫാക്ടറും കൂടി നമുക്കിപ്പോൾ പരിഗണിക്കാവുന്നതാണ്. നിലവിൽ മോത്തിലാൽ ഒസ്വാൾ ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുമ്പോൾ 195 രൂപയാണ് ടാർഗറ്റ് പ്രൈസ് ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. 2009 മുതൽക്ക് നോക്കുകയാണെങ്കിൽ ഗ്യാസ് യൂട്ടിലിറ്റി മേഖലയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ഓഹരിയാണ് ഗെയിൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഇരട്ടിയോളം നേട്ടം നൽകുന്നതിന് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. മോത്തിലാൽ മാത്രമല്ല ഇപ്പോൾ ഗെയിലിന് ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുന്നത്, മറ്റ് 25ഓളം ബ്രോക്കറേജുകളും ബൈ റെക്കമെൻഡേഷൻ നൽകുന്നുണ്ട്. ഇന്നത്തെ ഒരു വിപണിയിൽ ഗെയിൽ ഇന്ത്യയുടെ ഓഹരികളിൽ മികച്ചൊരു കുതിപ്പ് തന്നെ നടത്തിയിരുന്നു. ഒരു റെക്കോർഡ് ഹൈ തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഗെയിലിന്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിൽ നോക്കുകയാണെങ്കിൽ 3%-ലധികം നേട്ടത്തോടു കൂടിയിട്ടാണ് ഗെയിലിന്റെ ഓഹരികൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. 161 രൂപ നിരക്കിലാണ് ഗെയിലിന്റെ ഓഹരികൾ ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് 164.31 ഇൻട്രാഡേ ഹൈ, പുതിയൊരു റെക്കോർഡ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഗെയിലിന്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്.